ഹായ് ഫ്രണ്ട്സ്, ഇന്നൽപ്പം വെറൈറ്റി കാറുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് HM മോട്ടോഴ്സ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. വിൻറ്റേജ് കാറുകളും മോഡിഫൈഡ് കാറുകളും താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. HM മോട്ടോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ വാഹനങ്ങൾ ഓരോന്നും പരിചയപ്പെടാം. 1986 മോഡൽ ഒറിജിനൽ ജപ്പാൻ്റെ എഞ്ചിൻ വരുന്ന മാരുതി 800 ആണ് ഈ വാഹനം. ഈ വാഹനത്തിൻ്റെ ബോഡി ലൈന് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഇതിൻ്റെ ഒരു മാരുതി കാർ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഈ ഒരു ഡോർ അടിയുന്ന ഈ ഒരു സൗണ്ടൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ടും പഴയ കാലത്തൊക്കെ വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ വാഹനത്തിൻ്റെ ഒറിജിനാലിറ്റി നോക്കൽ ഇങ്ങനെയൊക്കെയാണ്. അന്ന് അഥവാ 1986 ഒരു വാഹനം ഇത്രയും കണ്ടീഷനിൽ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാതെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷനും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ സൗണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പർ കണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ നമ്പർ KBV 5085. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഒരു 1986 മോഡൽ തന്നെ ഒമ്നിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു എംബ്ലം കണ്ടെങ്കിൽ ഈ ഒരു എംബ്ലം മാരുതിൻ്റെ അന്നത്തെ കാലത്ത് ജപ്പാൻ്റെ എഞ്ചിൻ വന്ന മാരുതിയുടെ ആ എംബ്ലമാണ്, ഒറിജിനൽ മാരുതിയുടെ എഞ്ചിൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫുൾ ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഇതിനൊക്കെ ബോഡി ലൈനിങ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. ഇത് അന്നത്തെ കാലത്ത് ഈ വാഹനത്തിന് എല്ലാവരും പറഞ്ഞത് ഗുണ്ട ഒമ്നി എന്നായിരുന്നു. ഗുണ്ട, അപ്പോൾ ഈ ഒരു ഡബിൾ കണ്ണില്ല വാഹനത്തിന് ഗുണ്ട ഒമ്നി എന്നുള്ള പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോഡിഫൈഡ് വാഹനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത 2000 മോഡൽ ജീപ്പ് കർച്ചേസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റാറിങ് അതുപോലെ തന്നെ പവർ ബ്രേക്ക്, അതുപോലെ ഇതിൻ്റെ അലോയ്വീൽ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഓഫ് റോഡ് ഭ്രാന്തന്മാർക്ക് പറ്റിയ ഒരു വാഹനം. പിന്നെ അതുപോലെ തന്നെ 2006 മോഡൽ ഹോണ്ട സിവിക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വർക്കിംഗ് ആണ്. അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എല്ലാ പാർട്സുകളും ഒറിജിനാലിറ്റി ആയിട്ടുള്ള പാർട്സുകളാണ്. എല്ലാ ഫീച്ചേഴ്സും ഇത് വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളി. നമ്മളൊരു 2006 മോഡൽ ഹോണ്ട സിവിക്ക് നമ്മൾ ഈ ഒരു വാഹനമായിട്ട് താരതമ്യം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വിലപ്പെട്ട സമയം അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല അതിന് പൈസ മുടക്കുന്നുണ്ട്. ഇത്രയും ക്വാളിറ്റിയിൽ നമ്മളൊരു വാഹനം ഇതിനൊക്കെ അലോയ്വീൽ കാര്യങ്ങളൊക്കെ നോക്കി റാഡിയസിൻ്റെ അലോയ്വീൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത ഒരു മോഡിഫിക്കേഷൻ്റെ അങ്ങേയറ്റം എന്ന് പറയാം. ഇൻറ്റീരിയറിലൊന്നും ഒരു രക്ഷയില്ല, അത്രയും ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാവും. ഇത് ഒരു വാഹനം എടുത്തിട്ട് നമ്മൾ 2006 വാഹനത്തിൻ്റെ വില കേൾക്കുമ്പോൾ എല്ലാവരും പറയും അത് ഭയങ്കര വിലയാണ്, എന്താ ഇത്ര വില ഉണ്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവ് വരും. ഈ ഒരു വാഹനം അതിൻ്റെ ഒരു സൗണ്ട് ഇത് വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കി. അപ്പോൾ ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്ത ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്കിങ് ചെയ്യുന്ന വില 5,75,000 രൂപയാണ്. അപ്പോൾ നല്ല താല്പര്യമുള്ള ആളുകൾ, അത് മോഹവിലക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം നമ്മളായിട്ട് ഈ 2 വാഹനത്തിന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ 2 വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ പാർക്കേഴ്സിൽ വന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർമാർക്ക് അറിയാം ഇതിന് എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരും പറഞ്ഞതെന്താ വെച്ചാൽ ചെറിയൊരു വില വ്യത്യാസത്തിലാണെങ്കിൽ നമ്മൾ ഈ വാഹനം കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവർക്കും ഇതൊക്കെ ഒരു വലിയൊരു വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ ഒരു പ്രൗഢി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെ ഈ ഒരു 2 വാഹനങ്ങൾ ഇപ്പോൾ ഇത് ഓഫ് റോഡ് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ ഭ്രാന്തന്മാർക്ക് ഈ വാഹനം പറ്റുള്ളൂ. സാധാരണ ഒരു ജീപ്പ് നോക്കുന്ന ആളുകൾക്ക് ഈ വാഹനം പറ്റില്ല. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങളായതുകൊണ്ടാണ് നമ്മളെ ഷോറൂമിൽ ഈ വാഹനങ്ങൾ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ആഗ്രഹമുള്ള ആളുകൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള വാഹനങ്ങളുടെ വെറൈറ്റി വാഹനങ്ങളുടെ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.